എല്ലാവർക്കും നമസ്കാരം. മണികണ്ഠൻ്റെ ടീസർ കണ്ടു. നമുക്കറിയാം ഇനി ഒത്തിരി മാറ്റങ്ങൾ സിനിമയിലോട്ട് വരുമ്പോൾ ഉണ്ടാകും. ഞാൻ സംസാരിക്കാറുണ്ട്. ആ ഫസ്റ്റ് വിനിലെ ആ ഫസ്റ്റ് കുട്ടിയെ കൊണ്ട് ഓടി വരുന്ന ഷോട്ടിൽ ഒരു ചെറിയ ഫീലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ബിഗ് സ്ക്രീനിൻ്റെ റെസൊല്യൂഷനിൽ നിന്ന് യു സ്ക്യൂസ് ഇറ്റ് ഫോർ ദിസ് സ്ക്രീൻ. അതൊരു പ്ലാസ്റ്റിക് ഇതുണ്ട്. അപ്പോൾ ഇത് ഞെട്ടിക്കുന്ന കാര്യം തന്നെ, സംശയമില്ല. കാരണം ഈ AI അനന്ത സാധ്യതകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ മലയാളത്തിൽ ആദ്യത്തെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന സിനിമ വിനിൽ കൊണ്ടുവരികയാണ്. വിനിൽ വലിയ ഡ്രീമുമായിട്ട് നടക്കുന്ന, ഞാൻ വിനിലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കാര്യം, സിനിമ എന്ന് പറയുന്ന പാഷനായി എടുത്ത് എത്രയോ വർഷമായിട്ട് അതിൻ്റെ പുറകെ നടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിനിലിന് ഇതൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന വലിയ പടമായിട്ട് ഇത് വരും എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിനകത്ത് ഡൗട്ടില്ല. കാരണം അതിനുള്ള തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് നമ്മൾ പക്ക അതിനകത്ത് ബിസിനസ് ഉണ്ട്. അതിനകത്ത് മണികണ്ഠൻ ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കും, നോ ഡൗട്ട്. കാരണം അങ്ങനെയാണ് അയ്യപ്പൻ. അതിനൊക്കെ ലാസ്റ്റ് അവതാറാണ്. നമ്മളങ്ങനെയൊക്കെ ഒരു വിശ്വാസമുള്ളവർക്ക് അയ്യപ്പൻ ഭയങ്കര ഒരു സംഭവം തരാണ്. വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാട് തട്ടിപ്പോയതിനോട് ആ അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ് അല്ലേ. വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ്. അതുകൊണ്ട് ഓൾ ഇന്ത്യൻ ലെവലിൽ ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും എന്ന് മാത്രമല്ല, AI വിശ്വസാധ്യതകൾ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് എത്രയോ അപ്പുറമാണ്. ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊക്കെ 99 26 വർഷം മുമ്പ് ഈ ആകാശഗംഗ ചെയ്യുമ്പോൾ അതിനകത്ത് മയൂരി എന്ന് പറയുന്ന യക്ഷിയുടെ മുഖം ഒന്ന് മോർഫ് ചെയ്ത് പൂച്ചയുടെ കണക്കാക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ പടം കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണും TV-ലൊക്കെ. ആകാശഗംഗ ഹൊറർ പിക്ചറാണ്. അപ്പോൾ ആ ഒരു മോർഫിങ്ങിന് അന്ന് ഒരു സെക്കൻഡിന് 12,000 റുപ്പീസാണ്. ഇന്ന് 300 500 ഒക്കെയാണെന്ന് മോർഫിങ്. അന്ന് ഭയങ്കര അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ ഞാനായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഒരു സെക്കൻഡ് മോർഫ് ചെയ്യണമെങ്കിൽ 12,000 റുപ്പീസ്. മാത്രമല്ല, ഇപ്പോൾ ഈ അത്ഭുതദ്വീപ് കണക്കുള്ള പടം ചെയ്യുമ്പോൾ ഈ ജഗതി ശ്രീകുമാർ അമ്പിളിച്ചേട്ടനെ കുഞ്ഞനായിട്ട് ഡാൻസ് ചെയ്യിക്കണം. എന്ത് കഷ്ടപ്പാടാണ് നമ്മളന്ന് ചെയ്തത്. അപ്പോൾ അതിനെടുത്ത് ഒരു എഫർട്ട്. ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞൻ്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അമ്പിളിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ കൂടെ കൊടുത്താൽ എന്ത് ഡാൻസ് വേണേ നമുക്ക് ജഗതി ശ്രീകുമാറിനെ കൊണ്ട് കളിപ്പിക്കാമില്ലേ. നമ്മുടെ സാധ്യതകൾ നമ്മുടെയൊക്കെ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ്. അതിശയം എന്നൊരു പടം ഞാൻ കൊണ്ടുവരുന്നു. ഞാനിത് പറയാൻ കാര്യം, പിന്നെ ഇത്തരം ഡ്രീമുമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. ഒത്തിരി തോട്ട്സ് മനസ്സിൽ. അതൊക്കെ അന്നത്തെ കാലത്തൊന്നും അതിശയൻ്റെ പ്രൊഡ്യൂസർ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത പടത്തിൻ്റെ പ്രൊഡ്യൂസറായ ഗോപാലേട്ടൻ തന്നെ ആയിരുന്നു, ഗോകുലം ഗോപാലൻ. അപ്പോൾ പുള്ളി പറഞ്ഞ 6 മാസം നമ്മൾ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. പടം നിങ്ങൾക്കറിയാം, അത് ഹൾക്ക് കണക്ക് ഒരു കൊച്ചുകുട്ടി വലുതാകുന്ന ഒരു കൺസെപ്റ്റായിരുന്നു. നമുക്കറിയാം എത്രയോ വർഷം എടുത്തിട്ടാണ് അന്നൊക്കെ ഹോളിവുഡ് പടം. നമ്മുടെ നാട്ടിലെ സിനിമയുടെ ഒരു ചെറിയ ബഡ്ജറ്റിക്കും അതിൻ്റെ റിലീസ് ടൈമും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടത് ഞാൻ ഉദ്ദേശിച്ചൊക്കെ അതിൻ്റെ ഒരു ഗ്രാഫിക്സ് വന്നില്ല അതിനെപ്പറ്റി. പക്ഷേ അത്തരം തോട്ട്സ് ഉണ്ടായിരുന്നു. ബോയ് ഫ്രണ്ട് എന്നുള്ള ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലിനെയും അവതരിപ്പിച്ചു സീരിയൽ കൂടി. അന്ന് വലിയ പ്രശ്നമായി. എന്നെ 1-2 വർഷം അന്ന് ഇവർ വിലക്കി വെച്ചു. കാരണം അതൊന്നും പാടില്ല അങ്ങനെ ആരെയും. ഇന്ന് ആർക്കും ആരെയും ഉണ്ടാക്കാമില്ലേ, ഒരു ലിമിറ്റേഷനും ഇല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെ വേണമെങ്കിൽ AI ഉണ്ടാക്കാം. ഇത് AI ആണെങ്കിൽ ഞാനല്ലേന്നും നമ്മൾ പുറകെ പറഞ്ഞു കിടക്കേണ്ട ഒരവസ്ഥയാണ് ഇന്ന്. മമ്മൂക്കയ്ക്കും മോഹൻലാലിനും ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു വർഷം 100 പടത്തിനൊക്കെ ഡേറ്റ് കൊടുക്കുക ഇല്ലേ. ഫോട്ടോസ് കൊടുത്താൽ മതി. 2-3 വർഷം കൂടെ കഴിയുമ്പോൾ അവരുടെ ഫോട്ടോസ് കൊടുത്താൽ മതി, ഞങ്ങൾക്ക് പടം ഉണ്ടാക്കാം. അവരിതുവരെ ചെയ്ത വലിയ എക്സ്പ്രഷൻസ് അവർ അഭിനയിക്കും, അവർ ആക്ഷൻ ചെയ്യും. അപ്പം ഈ സാധ്യതകൾ മലയാളത്തിൽ ആദ്യം ഉപയോഗിക്കാനുള്ള ഒരു തന്ത്രം ബുദ്ധി കാണിച്ച വിനിലിനും അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരൻ എന്നെ ഒന്ന് വിളിച്ച ലൈജുവിനും ഒക്കെ ഞാൻ ആശംസകൾ നേരുകയാണ്. ഇത്തരം പടങ്ങൾക്കായിരിക്കും ഇനിയുള്ള ഒരു സ്കോപ്പ്. തുറന്നു പറയാം, AI കാലമാണ്. നമ്മുടെ ആർട്ടിസ്റ്റുകളെയോ ആരെയോ മോശക്കാരായിട്ടുള്ള അവരൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള അഭിനേതാക്കളാണ്. പക്ഷെ അവർ ചെയ്തിട്ടുള്ള അഭിനയത്തിൻ്റെ മേളിൽ അവരുടെ എക്സ്പ്രഷൻസ് കണ്ടാൽ നമുക്ക് ഞെട്ടിയല്ലേ പറ്റത്തുള്ളൂ. ആ ഒരു കാലമാണ് വരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ വലിയ ജാടകളൊന്നും നമ്മുടെ
ആർക്കും കാണിക്കാൻ പറ്റില്ല. അതിൻ്റെ മേളിൽ കാണിക്കുന്ന വിരൽത്തുമ്പിൽ അതെടുക്കാൻ പറ്റുന്ന ടെക്നീഷ്യൻസിൻ്റെ നാളായിട്ട് നാളെ സിനിമയും നമ്മുടെ ടെക്നോളജിയും ഒക്കെ മാറുകയാണ്. എല്ലാവിധ ആശംസകളും മണികണ്ഠന് നേരുന്നു. നന്ദി, നമസ്കാരം. ഇൻ ജനറൽ ഇന്ത്യൻ സിനിമ സൗത്ത് ഇന്ത്യൻ സിനിമയെ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കിക്കാണുന്നൊരു സമയമാണത്. അത് ഇപ്പം മാത്രമല്ല, എപ്പോഴും ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഫിലിംസിന് ഈ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. ഞാൻ MBA ചെയ്തത് മീഡിയ എൻ്റർടൈൻമെൻറ്റിലാണ്. അത് ബോംബെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവിടെ ഇരുന്ന് ഞാനത് ചെയ്യുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ കേട്ടിരുന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഡിജിറ്റൽ റെവല്യൂഷൻ വന്നപ്പോൾ റെഡ് ക്യാമറ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതും തിയേറ്റേഴ്സ് മൾട്ടിപ്ലെക്സുകളും അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ സംഭവിക്കുന്നതും ഏറ്റവും അഗ്രസീവായിട്ടും ആദ്യമായിട്ടും സംഭവിക്കുന്നത് ഡൗൺ സൗത്തിലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അന്ന് ആ ക്ലാസ്സിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിലിം ഇൻഡസ്ട്രി, ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പല ആളുകളും അന്ന് ബോളിവുഡ് എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ടോളിവുഡ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഉണ്ട്, തെലുഗു ഇൻഡസ്ട്രി ഉണ്ട് എന്ന് പറഞ്ഞു. ഇതൊരു 10 കൊല്ലം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. നമ്മൾ അന്നത്തെ അതേ അഗ്രഷനിൽ തന്നെയാണ് ഇപ്പോഴും ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. AI എന്ന് പറയുന്ന ഈ ഒരു പുതിയ ടെക്നോളജി ഇന്ത്യയിൽ ഒരുപക്ഷെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി ഡൗൺ സൗത്തിൽ ഒരുപാട് പ്രൊജക്ട്സുകൾ ഡിസൈൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. സിനിമയിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ രസകരമായിട്ടൊരു കാര്യമാണ്. അത് എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അത്തരം സെഗ്മെന്റുകൾ അതിൻ്റെതായിട്ടുള്ള സ്പേസ് എടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറിലേക്കും ഫിലിമിൽ നിന്നും ഡിജിറ്റൽ ടെക്നോളജിയിലേക്കൊക്കെ മാറുമ്പോൾ തന്നെ അപ്പുറത്ത് അനിമേഷൻ സിനിമകൾ എന്ന് പറഞ്ഞൊരു വലിയ ഇൻഡസ്ട്രി രൂപപ്പെട്ടു. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സ്പേസ് കിട്ടി. ലൈവ് ആക്ഷൻ സിനിമകൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്പേസ് കിട്ടി. ഇനി നമ്മൾ നോക്കിക്കാണുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു സംഭവമാണ്. ലൈവ് ആക്ഷനിലുള്ള ഒരു പക്ഷേ നമ്മുടെയൊക്കെ മുഖങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ഇമോഷൻസ് കൊണ്ടുവരാൻ സാധിക്കുന്ന, വേറെ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പൊട്ടൻഷ്യലുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു AI എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടെ വരുന്നു. നമുക്ക് നോക്കിക്കാണാം എങ്ങനെയാണ് ആ ഒരു ഇൻഡസ്ട്രി എവിടെ പോയിട്ടാണ് എങ്ങനെയാണ് സെറ്റിൽ ആവാൻ പോകുന്നത്. പക്ഷെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം, പല പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ആ പോസിബിലിറ്റീസിൽ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്പേസിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഡയറക്ടർ വിനലും പ്രൊഡക്ഷൻ ഹൗസ് പാപ്പരാസി എടുത്തിരിക്കുന്നത് തോന്നുന്നു. കാരണം ഡൗൺ സൗത്തിൽ പ്രോബബ്ലി ഒരു ലാസ്റ്റ് അവതാർ അല്ലെങ്കിൽ എന്നൊക്കെ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാഗ് ലൈനിൽ വരുമ്പോൾ ഇറ്റ് ഹാസ് ടു ഹാവ് സം സൂപ്പർ ഹീറോ എലമെന്റ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഡൗൺ സൗത്തിലെ ഒരു അൾട്ടിമേറ്റ് പേര് തന്നെയാണ് ഇതിന്റെ ടൈറ്റിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, മണികണ്ഠൻ. ആ ടൈറ്റിലിൽ തന്നെ നമുക്ക് ഒരു ഇമോഷൻ ഉണ്ട്. പിന്നെ അതിന് വളരെ കണ്ടംപററി സ്വഭാവവും ഒരു നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു മസാല സ്വഭാവവും നമ്മുടെ സിനിമകളുടെ തന്നെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ടുള്ള മാസ് മസാല എലമെന്റ്സും അത് മ്യൂസിക്കിലാണെങ്കിലും വിഷ്വലിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇറ്റ്സ് വെരി ഇന്റലിജന്റ്. എന്തായാലും നല്ല പൊട്ടൻഷ്യൽ ഉള്ള സ്പേസ് ആണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് യൂസ് ചെയ്യുക. ഭംഗിയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അനന്ത സാധ്യതകളാണ് എന്നുള്ളത് ഡൗൺ സൗത്തിൽ തന്നെ കന്നഡ ഇൻഡസ്ട്രിയിലും തെലുഗു ഇൻഡസ്ട്രിയിലും മലയാള ഇൻഡസ്ട്രിയിലും ഒക്കെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സ്പേസിലേക്ക് പോകാൻ സാധിക്കട്ടെ. പാപ്പരാസി എന്റർടൈൻമെന്റിനും ഡയറക്ടർ വിനിലിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് ഒരുപാട് ആളുകൾക്ക് കൂടുതൽ കൂടുതൽ വൈഡർ ആയിട്ട് ചിന്തിക്കാൻ ഒരു അവസരമാവട്ടെ. കൂടുതൽ കൂടുതൽ ക്രിയേറ്റീവായിട്ട് ആളുകൾക്ക് മുന്നോട്ട് വരാൻ ഒരു അവസരമാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എന്നുള്ള പേര് ഓരോ വിശ്വാസികൾക്കും അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു വികാരമാണ്. ആ വികാരത്തെ ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും അടുത്തറിയുന്ന സാധ്യതകളെ പ്രയോജനപ്പെടുത്തി വിനിയോഗിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കുക എന്നുള്ള എന്താ പറയുക ഒരു വലിയ ലക്ഷ്യമാണത്. നന്നായി വന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ നമുക്ക് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ പറ്റിയാൽ അയ്യപ്പൻ എന്നുള്ളത് എന്നും നമ്മളുടെയൊക്കെ ഹൃദയത്തിലുള്ളതാണ്.
അത് അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് വെള്ളിയേട്ടൻ. വിനയൻ സാർ പറഞ്ഞതുപോലെ സിനിമയുടെ ആഗ്രഹങ്ങൾക്ക് പുറമെ വലിയ ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് വലിയ യാത്ര ചെയ്യുന്ന ആളാണ്. സംസാരിക്കുമ്പോഴെല്ലാം അത്രമേൽ സ്വപ്നങ്ങളെ പറ്റി അല്ലെങ്കിൽ ആ സ്വപ്നങ്ങളെ പറ്റി കുറേയധികം പറയാനുള്ള ആളാണ്. അപ്പോൾ മണികണ്ഠനിലൂടെ വെള്ളിയേട്ടനും ടീം പാപ്പരാസിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓരോ ഡ്രീമും യാഥാർത്ഥ്യമാവണമെന്നുണ്ടെങ്കിൽ അതിനെ ടേക്കപ്പ് ചെയ്യാൻ ഒരു ടീം വേണം. ഇവിടെ മണികണ്ഠൻ എന്ന് പറഞ്ഞ ഡ്രീമിനെ ടേക്കപ്പ് ചെയ്ത ടീമാണ് ഈ പാപ്പറാസി എന്റർടൈൻമെന്റ് കമ്പനി. ആൻഡ് ഐ ഇൻവൈറ്റ് Anuj Saxena sir and Ajinkya ji to be here. So let's give a very big round of applause to them because they made this happen. Good evening, everyone. Watching this teaser here with you all gave me goosebumps. It was an honor to be here. Glad to be a part of this project. For us, this is not just a movie. It's a blessing, it's faith, it's emotions. So just want to make the best for this one. And thank you all for being here with us today. What you saw here today, the fire that you felt is only the beginning. It's just the first spark. So see you all once it's done and ready for release. Thank you. Good evening, everybody. Like Ajinkya said, for us, it's an honor to be associated with this project. Many years ago, I was associated with the Malayalam film industry, nearly 15-16 years ago, with Gulumal and Best of Luck. And I've known Vinil as a friend, as a brother, and through him, the journey has been tremendous, and I am trying my best, Paparazzi, Ajinkya, and Vinil, to lend whatever help I can to make this project. Manikandan, Lord Ayappa, I'm a very religious man, and I think being associated with such a wonderful subject, it's our way to give back to God and to all of us and to humanity. And I hope the team will deliver more than you expect them to do. Like Sir said, artificial intelligence is something that is here to stay. It's part of our lives. It's evolving. Every day brings something new, but something that we cannot ignore. It's there in our daily lives, be it medicine, be it business, be it banking, and now media. So I hope when the final product is out, you will know that it is as good as what the real thing is. Thank you very much. United Paparazzi Entertainment Company and Garuda Vahana Entertainment Company. Last vandalam latest varuve ennu parayunnathu pole I invite Vinil Vasu sir to be on stage. The dreamer, the visionary man who is behind Manikanthan, the last hour. First of all, thank you. എൻ്റെ മലയാളി സുഹൃത്തുക്കൾ, ഇന്നിവിടെ എൻ്റെ അടുത്ത് സൂപ്പർ സ്റ്റാറുകളില്ല, വലിയ വലിയ ആക്ട്രസ് ഇല്ല. പക്ഷേ താങ്ക് യു വിനയൻ സർ, താങ്ക് യു ലിബി, താങ്ക് യു ഗോപിക, ആൻഡ് താങ്ക് യു ഫോർ ദ മീഡിയ ഓവർ ഇൻകം. പക്ഷേ ഏപ്രിലാകുമ്പോഴേക്കും ഞാൻ സണ്ണിയിലൂടെ കൊണ്ടുവരട്ടെ, അപ്പോൾ ഓർത്ത് വെച്ചോട്ടെ, ഇങ്ങനെയൊക്കെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെക്കും, നിങ്ങൾക്ക് ബൈറ്റ് ചെയ്തു. അപ്പോൾ എനിവേ കമ്മിങ് ടു മണികണ്ഠ, മണികണ്ഠ പറഞ്ഞ മുമ്പ് ഒരു വലിയ ചരിത്രമുണ്ട്. 2008 ഒരു സിനിമ സ്വപ്നങ്ങളായിട്ട് ട്രൈ ചെയ്യുമ്പോൾ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ലൈജു രാഘവൻ. വളരെ ഇവിടുത്തുള്ള കുറവർക്ക് പരിചയമുണ്ടാവും, സ്റ്റേജിലൊന്നും വരില്ല. എവിടെ ലൈജു? കമ്മിയ, വരൂ 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 വരൂ, യു കമ്മിയ, യു നീഡ് ഓൾ ദ അപ്ലോസ്. ബിക്കോസ് ലൈജുക്ക് ഞാൻ ആ സമയത്ത് ഒരു സ്വപ്നം പറഞ്ഞു, ഗുൽമാൽ പൈസ കൊടുക്കാത്ത സിനിമ പിടിക്കുന്നു.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗുൽമാൽ പഠിച്ചു. പൈസ കൊടുക്കാതെ തന്നെ ആ സമയത്ത് പൈസ കൊടുക്കാതെ 20 ലക്ഷം രൂപ തന്ന കഥാപാത്രത്തോട് ഞാനൊരു സക്സസ്. അന്ന് എൻ്റെ ഒരു മണ്ട സ്വപ്നത്തിൽ എൻ്റെ കൂടെ നിന്നു. ഞങ്ങൾ ഒരു 22 വർഷത്തെ ബന്ധമുണ്ട്. സോ ലൈജു ഞാനും 2 പടങ്ങൾ ചെയ്തു. പിന്നെ ഞാൻ ലാസ്റ്റ് ഓഫ് ഡയറക്റ്റ് ചെയ്തു. 10 വർഷം നീട് ഞങ്ങൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്ത്. പിന്നെ ഈ പരസ്യം ചെയ്തുകൊണ്ടിടയിലാണ് ഞങ്ങൾ തമ്മിൽ AI-യുടെ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഫോർച്ചുനേറ്റ്ലി സണി ലിയോൺ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഞങ്ങൾ ഒരു മാസം മുമ്പ് ബോംബെ ലോഞ്ച് ചെയ്തു. അത് മെയ് 1-ാം തീയതി റിലീസാണ് ടെൻറ്റേറ്റീവ്ലി. ഏപ്രിൽ 10-ാം തീയതി ആയിരിക്കും മണികണ്ഠൻ തരാമുള്ളത്. ഈ മണികണ്ഠൻ അഫ്കോഴ്സ് ഞാനൊരു അയ്യപ്പ ഭക്തനാണ്, ഞാൻ ശബരിമല പോണതാണ്. പക്ഷെ മണികണ്ഠൻ എനിക്കൊരു തോട്ടാണ്, ഒരു വിശ്വാസമാണ്, ബിലീഫാണ്. സം ഡേ വൺ ഡേ ഇഫ് യു ബിലീവ് ഇൻ വാട്ട് യു വാണ്ട് ഇറ്റ് വിൽ കം. ഇപ്പോൾ വിനൻ സാറ് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും മണികണ്ഠൻ, എത്രയോ പേര് മണികണ്ഠനുണ്ട്. അപ്പോൾ മണികണ്ഠൻ ഒരു വിശ്വാസമാണ്. ആ മണികണ്ഠനോട് നിങ്ങൾ എല്ലാവരും ഒരു മണികണ്ഠൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ മണികണ്ഠൻ അച്ചീവ് ചെയ്യും. പിന്നെ ഞാനിവിടെ മീഡിയക്ക് പത്രത്തിലും എല്ലാവർക്കും ഒരു പ്രസ് റിലീസും കൊടുക്കാൻ പോകുന്ന സാധനമാണ്. നമ്മളൊരു കോൺടെസ്റ്റ് റൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എല്ലാ സ്കൂളുകളിലും ഒരു 10 മണികണ്ഠൻ തേടാൻ പോകുന്നുണ്ട് ഞങ്ങൾ കേരളത്തിലുള്ള. ഞങ്ങളുടെ വക ഒരു ഓഫറാണ്. ഏത് സ്കൂളിലാണ് ഏറ്റവും ബെസ്റ്റ് 10 മണികണ്ഠൻ കണ്ടെത്തുന്നത്? ആ ഇവന്റ് ഡിസംബർ 15-ാം തീയതി തുടങ്ങും. ജനുവരി 31-ാം തീയതി ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവും. ആ ഇവന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സോഷ്യൽ മീഡിയയിലും പ്ലാറ്റ്ഫോമിലും അതായ റെസ്പെക്റ്റീവ് സ്കൂളിൽ തരും. പക്ഷേ ജയിക്കുന്ന സ്കൂൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യാൻ പോകുന്ന 10 ലക്ഷം രൂപയാണ്. കാരണം ആ 10 പിള്ളേരെ കണ്ടെത്തി, ആ 10 ബെസ്റ്റ് ടാലന്റ് മണികണ്ഠനെ കണ്ടെത്തി, ആ മണികണ്ഠനക്ക് ഒരു ബെസ്റ്റ് ഫ്യൂച്ചർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശവും ഈ സിനിമയിലുണ്ട്. കാരണം അങ്ങനെ ആയാലേ മണികണ്ഠൻ എന്താണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എത്തിപ്പെടുള്ളൂ. സോ ഹോപ്പ്ഫുള്ളി നിങ്ങളെല്ലാവർക്കും ഇതിൽ കുറേ പേർക്ക് മക്കളുണ്ടാവും, കുറേ പേർക്ക് ബ്രദേഴ്സ് ഉണ്ടാവും, സിസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ റെസ്പെക്റ്റീവ് ഇത് ഓൺലൈനൊക്കെ വരുമ്പോഴേക്കും അതായത് റെസ്പെക്റ്റീവ് സ്കൂളിൽ നിങ്ങളുടെ പിള്ളേരുകൾ ആരെങ്കിലുമൊക്കെ മണികണ്ഠനിൽ ഒരു തോട്ടാണ്. സ്പോർട്സ് പേഴ്സൺ ആവാം, ഒരു നല്ല പാട്ടുകാരനാവാം, ഒരു നല്ല പല കഴിവുകളുണ്ട് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ. കുറച്ച് റീലിൽ നിന്ന് പുറത്തിറക്കി കഴിഞ്ഞാൽ രാവിലെ നല്ല നല്ല ടാലൻറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ലെറ്റ്സ് ഫൈൻഡ് ദിസ് മണികണ്ഠൻ ത്രൂ ദിസ് ജേർണി. എല്ലാ സ്കൂളുകളിലും 10 മണികണ്ഠൻ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും മീഡിയ ത്രൂ, സോഷ്യൽ മീഡിയ ത്രൂ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ചിലപ്പോൾ നമ്മളെല്ലാവരും ബെസ്റ്റ് 10 ടാലൻറ്റ് എല്ലാ സ്കൂളിലും കണ്ടെത്താൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ. ജസ്റ്റ് പ്രേ ഫോർ അസ് ആൻഡ് ഹോപ്പ്ഫുള്ളി 10-ാം തീയതി നിങ്ങൾ എൻജോയ് ചെയ്യും. താങ്ക് യു. പിന്നെ ഒരു വാക്ക്, ഇവൻ ബൈ ചാൻസ് ആങ്കർ ആയതാണ്. 2 ദിവസം മുമ്പ് എന്നെ കാണാൻ വന്നതാണ്. പക്ഷെ ഞാൻ കുറേ ആങ്കർമാരോട് ചെന്ന് സംസാരിച്ചു. അവരെല്ലാവരോടും സംസാരിച്ചപ്പോൾ അവർ പറയുന്ന സ്ക്രിപ്റ്റ് വരണോ. ഞാൻ ഏയുടെ സ്ക്രിപ്റ്റ് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ്. അപ്പോൾ ആ സമയത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ബെറ്റർ ഒരു ടാലൻ്റ് ഇല്ല, ഇതിനെ പറ്റി എക്സ്പ്രസ് ചെയ്യാനും മനസ്സിലാക്കണം. കാരണം ഒരു ഫിസിക്സ് ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ തന്നെ അത് പറയുകയാണെങ്കിൽ അപ്പം നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരു ആങ്കർ അങ്ങനെ ഞാൻ ഇറക്കി. സോ ഹോപ്പ്ഫുള്ളി യു വിൽ ബി എ ബിസി ആങ്കർ ഇൻ ഫ്യൂച്ചർ. സ്കൂളിലും കോളേജിലും സ്റ്റേജിൽ കയറി സംസാരിച്ചെന്നുള്ളത് വേറെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഓൺ സ്റ്റേജ് ടു ബി. Now I invite the youngest biscuit and also the face of Garudavahana Entertainments, Mr. Atul, on stage. എല്ലാവർക്കും നമസ്കാരം. ഗരുഡ ബാനറിന്റെ ഫസ്റ്റ് പ്രൊജക്റ്റായ മണികണ്ഠൻ ദ ലാസ്റ്റ് അവതാർ അയ്യപ്പന്റെ ഐശ്വര്യത്തോടു കൂടി ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. തുടർന്നും ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഇതായിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. താങ്ക് യു.